ഹായ് എല്ലാ കൂട്ടുകാർക്കും മോളിവുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി OTT-യിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ മൂവി ഹാൽ 2025 റിലീസ് ചെയ്ത് ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. പ്രശാന്ത് വിജയൻ സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിന് കൂടാതെ സാക്ഷി വൈദ്യയും നായിക വേഷത്തിലെത്തുന്നു. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണം ലഭിച്ച ഈ മൂവി പ്രണയത്തിനൊപ്പം തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചില വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മനോരമ മാക്സും സൺ നെക്സ്റ്റും ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്, എന്നാൽ ഡേറ്റ് ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സൺ നെക്സ്റ്റ് ഏപ്രിൽ 10 സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് മലയാളത്തിലും തമിഴിലും റിലീസ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ് കാക്കി സർക്കസ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് കാക്കി സർക്കസ്. ഇതിൽ രാജേഷ് മാധവൻ, മുനിഷ്കാന്ത് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഇവർ കൂടാതെ ഗൗതമി നായർ, സുഭാഷ് സെൽവം തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അമീർ ബാരിഫ് സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലാണ്. ഒരു കുറ്റകൃത്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. C5 ഏപ്രിൽ 10 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആനിമേഷൻ സീരീസാണ് സ്റ്റാർ വാർസ് മൗൾ ഷാഡോ ലോർഡ്. ഇതൊരു ഇംഗ്ലീഷ് സീരീസാണ്. 10 എപ്പിസോഡുള്ള ഈ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡുകൾ ഏപ്രിൽ 6 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യും. അതിനുശേഷം വരുന്ന ആഴ്ചകളിൽ പുതിയ എപ്പിസോഡുകൾ ലഭ്യമാകും. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായികമാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ശുക്രൻ. 2026 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ചിത്രമായ ശുക്രനിൽ ബിപിൻ ജോർജ്, ഷൈം ടോം ചാക്കോ, ചന്ദുനാഥ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഉബേനിയാണ് ഈ മൂവിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സൺ നെക്സ്റ്റിലൂടെ ഓൾറെഡി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഏപ്രിൽ 4 മുതൽ മനോരമ മാക്സിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് നെമസിസ്. ഒരു ക്രൈം ഡ്രാമ സീരീസാണ് നെമസിസ്. ഒരു മോഷ്ടാവും ഡിറ്റക്റ്റീവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഈഷ. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി 4 സുഹൃത്തുക്കൾ ചേർന്ന് ആൾദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നു കാട്ടുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ശ്രീനിവാസ് മാനെ സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഹെബ്ബെ പട്ടേൽ, ത്രിഗുൺ, അഖിൽ രാജ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് വെള്ളേപ്പം. അക്ഷയ് രാധാകൃഷ്ണൻ, നൂറിൻ ഷെരീഫ്, ഷൈം ടോം ചാക്കോ, റോമ, ശ്രീജിത്ത് രവി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നവാഗതനായ പ്രവീൺ രാജ് പൂക്കോടൻ സംവിധാനം ചെയ്ത റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് വെള്ളേപ്പം. 2026 ജനുവരി 9 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. ഈ മൂവി ഇപ്പോൾ സൺ നെക്സ്റ്റിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് തു യാ മെയിൻ. ആദർശ് ഗൗരവ്, ഷാനിയ കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിനോയ് നമ്പ്യാർ സംവിധാനം ചെയ്തൊരു സർവൈവർ ത്രില്ലർ മൂവിയാണ് തു യാ മെയിൻ. ഒരു പ്രണയകഥയിൽ തുടങ്ങി പിന്നീട് അത് ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ടി വരുന്നൊരു ത്രില്ലറായി മാറുകയാണ് ഈ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം വെബ് സീരീസാണ് ഷാഡോ പ്ലേ. ജെയിൻ ആൻഡ്രൂസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് ഷാഡോ പ്ലേ. മനോരമ മാക്സിലൂടെ ഏപ്രിൽ 5 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസാണ് അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 25 മുതൽ അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഈ മൂവി 2025 റിലീസ് ചെയ്തൊരു മലയാളം മൂവിയാണ് മധുരക്കണക്ക്. ഹരീഷ് പേരടി, ഇന്ദ്രൻസ്, ഹരീഷ് കണാരൻ, സെന്തിൽ കൃഷ്ണ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. രാധേ ശ്യാംവിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ മൂവി ഒരു സസ്പെൻസ് ഹ്യൂമറാണ്. ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സസ്പെൻസുകളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 4 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് കില്ലർ വെയിൽ. 2026 ജനുവരി 14 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ലയൺസ് ഗേറ്റ് ആണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ മൂവി ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ 3 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് വട്ടം. കെന്തിരൻ വി സംവിധാനം ചെയ്ത് 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വട്ടം. തമിഴ്നാട്ടിലെ കാളയോട്ട മത്സരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. വിമൽ, നട്ടിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു അമേരിക്കൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ് ട്രാഷ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. 2026 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ മൂവിയാണ് സ്ക്രീം 7. സിഡ്നി പ്രസ്കോട്ടിന്റെയും മകളുടെയും ജീവിതത്തിലേക്ക് ഗോസ്റ്റ് ഫേസ് കൊലയാളി എത്തുന്നതാണ് സിനിമയുടെ പ്രമേയം.
ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻ്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. 20 Years Later എന്ന സീരീസിലെ 4ാമത്തെ ചിത്രമായ 20 Years Later The Bone Temple. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡോളി. ക്രൂരമായ കൊലപാതകങ്ങളും ഭയപ്പെടുത്തുന്ന രംഗങ്ങളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻ്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് വധ് 2. വധ് എന്ന ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് വധ് 2. ഒരു കുറ്റകൃത്യവും അതിന്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഗ്രഹണം 2.0. ആനന്ദ് പാഗയുടെ സംവിധാനത്തിൽ 2026 പുറത്തിറങ്ങിയ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഗ്രഹണം 2.0. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ബൈ ഓർ റെൻ്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് 180. ഒരു ദക്ഷിണാഫ്രിക്കൻ ക്രൈം ത്രില്ലർ മൂവിയാണ് 180. ഏപ്രിൽ 17 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് ദ ക്ലീനിങ് ലേഡി. ഒരു അമേരിക്കൻ ക്രൈം ഡ്രാമ സീരീസ് ആണ് ദ ക്ലീനിങ് ലേഡി. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 8 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അമീർ ഖാനെ നായകനാക്കി 2025 റിലീസ് ചെയ്ത മൂവിയാണ് സിത്താരെ സമീൻ പർ. ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകില്ലെന്നാണ് അമീർ ഖാൻ പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഇതിപ്പോൾ സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT അവകാശങ്ങൾ നേടിയിരിക്കുന്നത്. അമീർ ഖാനൊപ്പം ജെനീലിയ ഡിസൂസയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി ഏപ്രിൽ 3 മുതൽ സോണി ലീവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. ജോൺ പാറ്റൻ ഫോർഡ് സംവിധാനം ചെയ്തൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. 2026 ഫെബ്രുവരി 20 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, ആപ്പിൾ TV എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ റെൻ്റ് ഓർ ബൈയിങ് ഓപ്ഷനിൽ ലഭ്യമാണ്. അതോടൊപ്പം HBO Maxിലൂടെ ജൂൺ മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാള മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും 2ാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വിഷുവിനോടനുബന്ധിച്ച് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.